മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒളിമ്പിക് ലിയോണിന്റെ റെലിഗേഷൻ ന്യൂസിനെ കുറിച്ചും പ്രധാനപ്പെട്ട ചില ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചുമാണ്. കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ലീഗ് 1 ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. 7 തവണ ലീഗ് 1 അടിച്ച ഹിസ്റ്റോറിക്കൽ ക്ലബായിട്ടുള്ള ഒളിമ്പിക് ലിയോൺ ഇപ്പൊ ലീഗ് 2ലേക്ക് റെലിഗേറ്റ് ആയിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഈ ഒരു ന്യൂസ് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു ഔട്ട്കം വരും എന്നുള്ള കാര്യം നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട പ്രോബ്ലം ഫൈനാൻഷ്യൽ ഇഷ്യൂസ് തന്നെയാണ്. നമുക്കറിയാം, ഈ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ റൂള് എല്ലാ ലീഗിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാതലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റവന്യൂ എത്ര കിട്ടിയോ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് മാത്രമേ ട്രാൻസ്ഫർ മാർക്കറ്റിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഓരോ ഫുട്ബോൾ അസോസിയേഷനും ക്ലബ്ബുകൾക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ലിയോണിന്റെ സ്പെൻഡിങ് ഈ റെഗുലേഷനെയൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിലായിരുന്നു എന്നാണ് DNCGയുടെ കണ്ടെത്തൽ. 508 മില്യന്റെ ഒരു വലിയ ഡെറ്റാണ് ഇപ്പോ ലിയോണിന്റെ സൈഡിലുള്ളത്. അവർക്കൊരു ഒഫീഷ്യൽ വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇംപ്രൂവ് ആയിട്ടില്ലെങ്കിൽ റെലിഗേറ്റ് ആകും എന്നുള്ള ഒരു ന്യൂസ് ആ സമയത്ത് തന്നെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഈ സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിയോൺ അവരുടെ കുറെ പ്ലേയേഴ്സിനെ വിറ്റു, ഒരുപാട് പ്ലേയേഴ്സിനെ ഓഫ്ലോഡ് ചെയ്യാൻ നോക്കി. പക്ഷേ വേണ്ട രീതിയിലുള്ള ഫണ്ട് റൈസ് ചെയ്യാൻ ലിയോണ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അടുത്ത 14 ദിവസത്തിനുള്ളിൽ ഒരു അപ്പീൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ലിയോണിന്റെ സൈഡിൽ നിന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം സക്സസ്ഫുൾ ആയിരിക്കും എന്ന രീതിയിൽ പല ന്യൂസ് ചാനലുകളും പുറത്തുവിട്ട വാർത്തകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ലിയോണിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. 2 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവരിനെ നേരിടാൻ പോകുന്നത്. ഒന്ന്, ഒഫീഷ്യലായിട്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. വലിയ കുറെ പ്ലേയേഴ്സ് ലീഗ് 2 എത്തുന്നതോടെ പുറത്തു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അവിടെ നിന്നൊക്കെ റിക്കവർ ആയിട്ട് തിരിച്ച് ലീഗ് 1ലേക്ക് വരിക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പൊ കഴിഞ്ഞ വർഷം ടോപ്പ് 6 ഫിനിഷ് ചെയ്തിട്ടുള്ള ടീമാണ്. പലപ്പോഴും ചാമ്പ്യൻസ് ലീഗിലും യൂറോപ്യൻ ലീഗിലും കളിക്കുന്ന ഒരു ടീം തന്നെയാണ് ലിയോൺ. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി എന്ന് പറയേണ്ടി വരും. മറ്റൊരു ന്യൂസ് വരുന്നത് ഇവിടെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ സൈഡിൽ നിന്നാണ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ വിങ്ങറായിട്ടുള്ള ആന്റണി ഇലാങ്കയെ സൈൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ന്യൂകാസിൽ യുണൈറ്റഡ് ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് 45 മില്യന്റെ ഒരു ബിഡ് അവർ സബ്മിറ്റ് ചെയ്തു. പക്ഷേ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഇത് സ്ട്രെയിറ്റ് അവേ റിജക്ട് ചെയ്തുകൊണ്ട് പുള്ളിയെ വിൽക്കാൻ താല്പര്യമില്ല എന്ന് വളരെ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ പ്രോജക്റ്റിൽ ആന്റണി ഇലാങ്കയുടെ ഒരു സാന്നിധ്യം വളരെ വളരെ എസെൻഷ്യൽ ആണ് എന്ന് തന്നെയാണ് അവർ സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, 1-2 ടീമുകൾ എലാങ്കിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ പുള്ളിയെ ഈ ഒരു സമ്മറിൽ വിൽക്കാനുള്ള യാതൊരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ചെൽസിയുടെ സൈഡിൽ നിന്നാണ്. ഇവിടെ ജേമി ഗിറ്റൻസ് ചെൽസിയിലേക്ക് വരുന്നു എന്നുള്ള ഒരു വാർത്ത കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോ ഡോർമുണ്ടിൽ നിന്നാണ് ഈ ഒരു വിങ്ങർ ചെൽസി സൈൻ ചെയ്യാൻ പോകുന്നത്. ഡിസ്കഷൻ ഫൈനൽ സ്റ്റേജിലായിട്ട് മുമ്പോട്ട് പോകുന്നതെന്ന് ഡേവിഡ് ഓൺസ്റ്റിനൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 7 വർഷത്തെ കോൺട്രാക്റ്റ് ആണ് 20 വയസ്സുള്ള ഈ ഒരു വിങ്ങർക്ക് ചെൽസി ഓഫർ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഡോർമുണ്ടിൽ നിന്ന് ആ ഒരു നല്ലൊരു പ്രൊഫൈലുള്ള പ്ലെയർ തന്നെയാണ് ചെൽസി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് സ്പേഴ്സിന്റെ സൈഡിൽ നിന്നാണ്. അപ്പൊ സ്പേഴ്സ് ബോൺമൗത്ത് പോയിട്ട് സെമീനിയോനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയൊരു തുക തന്നെയാണ് ബോൺമൗത്ത് ഇപ്പൊ ചോദിക്കുന്നത്. അവർ 70 to 100 ബില്യൺ റേഞ്ചിലുള്ള ഒരു പ്രൈസ് ടാഗ് സെമീനിയോക്ക് മുകളിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രൈസ് മീറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ ഡേവിഡ് ഓൺസ്റ്റിൻ പറയുന്നത് ആദ്യത്തെ എൻക്വയറിക്ക് ശേഷം ഒന്ന് കൂൾ ഓഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് വരുന്നത് എന്ന് കേൾക്കുന്നു. എന്തായാലും നമുക്ക് സോണിന് പകരമായിട്ട് ഒരു പ്രോപ്പർ വിങ്ങറെ കൊണ്ടുവന്നേ പറ്റൂ. സണ്ണിന്റെ ഏജും പുള്ളിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ്മെന്റിലേക്ക് പോകേണ്ടത് വളരെ വളരെ ക്രൂഷ്യലാണ്. എന്തായാലും ഡാനിയൽ ലീവി പുതിയൊരു സൈനിങ്ങിലേക്ക് പോകും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.